അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ലമീർ മുത്തസിൽ. അപ്പോൾ ലമീർ മുൻഫസിൽ നമ്മൾ മനസ്സിലാക്കി, അത് സ്വതന്ത്രമായി നിൽക്കുന്ന സർവനാമങ്ങളാണ്. ഓക്കെ, ഹുവ വേറൊന്നിനോട് ചേരൂല, ഇസ്മിനോടോ ഫീലിനോടോ ലർഫിനോടോ ഒന്നും ചേരൂല. ഇനി പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ലമീർ മുത്തസിൽ, അനുബന്ധ സർവനാമം. ഇവ ലമീർ മുൻഫസിനെ പോലെ തനിച്ചുണ്ടാവില്ല. ഇസ്മ് അല്ലെങ്കിൽ ഫിഅൽ അല്ലെങ്കിൽ ദർഫ് അല്ലെങ്കിൽ ഇന്നയും ഇന്നയുടെ സഹോദരിമാരും ഇവയെല്ലാം നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന സർവനാമങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റക്ക് നിൽക്കൂല. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന എന്നതുപോലെ തനിച്ച് നിൽക്കൂല. പിന്നെയോ ഈ ലമീർ മുത്തസിൽ, ഈ ലമായർ സർവനാമങ്ങൾ ഇസ്മിനോടോ ഫീലിനോടോ ലർഫിനോടോ ഇന്നയുടെ സഹോദരിമാരോടോ ചേർന്ന് നിൽക്കുക ചെയ്യുക. ചേർന്നിട്ടാണ് ഉണ്ടാകുക, ഒറ്റക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതും 14 എണ്ണമാണ്. ഈ 14 എണ്ണം നമ്മൾ മനപ്പാടാക്കേണ്ടതുണ്ട്. ഏതൊക്കെയത്? ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ഈ 14 എണ്ണം നമ്മൾ പഠിക്കണം. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ബാറകല്ലാഹു ഫീക്കും. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. നീട്ടിയ ന, അലിഫുള്ള ന. ലമായർ സർവനാമങ്ങൾ ഇസ്മാണ്. പിന്നെ അത് മബിനിയാണ്. മാറൂല. ഹു എപ്പോഴും ഹു ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. ഹുമ എപ്പോഴും ഹുമ ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. ലമീർ മുൻഫസിലും അങ്ങനെ തന്നെ. ഹുവ, ഹുമ, ഹും ഒന്നും മാറൂല, മബിനിയാണ്, ഇസ്മാണ്. ഓക്കെ, ഇനി ഇവിടെ അർത്ഥങ്ങൾ. ഇനി പുരുഷനായാൽ പുരുഷൻ ഏതൊക്കെ? ഹു ഹുമ ഹും. ഹു എന്ന് പറഞ്ഞാൽ അവൻ. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊന്ന് ഇസ്മിനോട് ചേർന്നിട്ടാണ് നിൽക്കുക. ഹു അവൻ. അത് നമ്മൾ ഉദാഹരണത്തോടെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഹുമ അവർ 2 പേർ, ഹും അവർ 2-ൽ കൂടുതൽ പേർ. ഇതാണ് പുരുഷൻ. ഹു ഹുമ ഹും. ഹു അവൻ ഒരു പുരുഷൻ, ഹുമ അവർ 2 പുരുഷന്മാർ, ഹും അവർ 2-ൽ കൂടുതൽ പുരുഷന്മാർ, കുറേ പുരുഷന്മാർ. ഇനി സ്ത്രീ ആണെങ്കിലോ? ഹ അവൾ, ഹുമ അവർ 2 പേർ, ഹുന്ന അവർ 2-ൽ കൂടുതൽ പേർ, കുറേ പേർ. ഹ ഹുമ ഹുന്ന. ഓക്കെ, ഹ ഹുമ ഹുന്ന. ഹ അവൾ ഒരു സ്ത്രീ, ഹുമ അവർ 2 സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ. ഇനി നീ എന്ന് പറയണമെങ്കിൽ പുരുഷനാണെങ്കിൽ ക നീ, ഹുമ നിങ്ങൾ 2 പേർ, ഖും നിങ്ങൾ കുറേ പേർ, 2-ൽ കൂടുതൽ പേർ. പുരുഷനാണെങ്കിൽ ക കുമ ഖും, ക നീ, കുമ നിങ്ങൾ 2 പേർ, ഖും നിങ്ങൾ കുറേ പേർ. ഇനി സ്ത്രീ ആണെങ്കിലോ? കി. സ്ത്രീ ആകുമ്പോൾ കി എന്നാവും. അപ്പോൾ കി കുമ കുന്ന. കുമ 2 പേർക്കും സെയിം തന്നെ, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ കുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേർ, സ്ത്രീ ആയാലും പുരുഷനായാലും. കുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ, 2-ൽ കൂടുതൽ സ്ത്രീകൾ. അപ്പോൾ കീ കുമ കുന്ന. ഓക്കെ, ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ എന്നത് യ. ഞാൻ എന്നത് യ. ഞങ്ങൾ എന്നത് നാ. ഞങ്ങൾ എന്നത് നാ, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഈ 14 എണ്ണം നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചേ പറ്റുള്ളൂ. ഏതൊക്കെയത്? 14 എണ്ണം. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ഇൻഷാ അല്ലാഹ് അതിൻ്റെ PDF പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പ്രിൻ്റ് എടുത്തിട്ടും പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഹു ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. ഹു എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ അവർ 2 പേർ, ഹും
അവർ കുറേ പേർ, പുരുഷൻ. സ്ത്രീ ആണെങ്കിലോ ഹ അവൾ, ഹുമ അവർ 2 പേർ, ഹുന്ന അവർ കുറേ പേർ. ഇനി പുരുഷനാണെങ്കിൽ ക നീ, കുമ നിങ്ങൾ 2 പേർ, ഖും നിങ്ങൾ കുറേ പേർ. കി സ്ത്രീയാണെങ്കിൽ നീ, കുമ നിങ്ങൾ 2 പേർ, കുന്ന നിങ്ങൾ കുറേ പേർ. സ്ത്രീ ആയാലും പുരുഷനായാലും ഞാനും ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ന് പറയണമെങ്കിൽ യ, ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ നാ. നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇതിനെ ചേർക്കാം. ഒരു ഇസ്മിനോട് മാത്രം ചേർക്കാം. ഫീലിനോടും ചേരും, ലർഫിനോടും ചേരും. പിന്നെ ഇന്ന ഉണ്ട്, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും അതിനോടും ചേരും. അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത പുസ്തകം ബുക്ക് 2 പഠിക്കുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇസ്മിനോട് ഈ ലമീറുകൾ ചേർന്നാലുള്ളത് പഠിക്കാം. അപ്പോൾ ലമീർ മുത്തസിലിൻ്റെ കൂടെ ഇസ്മ ചേർന്നാലുള്ള ഉദാഹരണങ്ങൾ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലമീർ മുത്തസിലിൻ്റെ കൂടെ ഇസ്മ ചേർന്നാലുള്ള ഉദാഹരണങ്ങൾ ഈ ബുക്ക് 1 തന്നെ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് ഇതിപ്പം നോക്കുന്നത്. ഈ ലമീർ മുത്തസിൽ ഫീൽ കൊണ്ട് ചേർന്നതും ലർഫിലേക്ക് ചേർന്നതും അതേപോലെ ഇന്നയുടെ സഹോദരിമാരിലേക്ക് ചേരുന്നതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പഠിക്കുകയുള്ളൂ. പക്ഷെ ഇതിപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലമീർ മുത്തസിലിൻ്റെ കൂടെ ഇസ്മ ചേർന്നാൽ അത് മുദാഫിലെയാണ്. ഉദാഹരണം, ലമീർ മുത്തസിലിൻ്റെ കൂടെ ഇസ്മായ കിതാബ് ചേർത്താം. ഓക്കെ, കിതാബിനെ ഈ ലമീർ മുത്തസിലിനോട് ചേർത്താം. കാരണം ഈ ലമീർ മുത്തസിൽ സ്വതന്ത്രമായി നിൽക്കില്ല, ഇങ്ങനെ ചേർന്നിട്ടേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഹു, കിതാബ് ഹു. അപ്പോൾ ഹു നമുക്കറിയാം അവൻ എന്നാണ്. അപ്പം അത് കിതാബിൻ്റെ കൂടെ ചേർന്നാൽ കിതാബ് ഹു. അപ്പം എങ്ങനെ അർത്ഥം വരാം? അവൻ്റെ പുസ്തകം, അവൻ്റെ പുസ്തകം. അപ്പോൾ ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥമാണ് ഈ ലമീർ മുത്തസിലുകൾ ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ പരിഭാഷ ഏകദേശം വരാം. അപ്പോൾ ആദ്യത്തേത് അവൻ, ഹു. അപ്പോൾ കിതാബ് ഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ പുസ്തകം. അപ്പോൾ ഇത് മുലാഫിലെയാണ്, ഇൻ്റെ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കിതാബാണ് മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. പക്ഷെ ഇവിടെ ഹൂന്ന് എഴുതുള്ളൂ. കാരണം എന്താ? ഈ ലമീർ മബനിയാണ്, മാറൂല. പക്ഷേ ഇവിടെ എന്താണ്? മുലാഫിലൈ ആയതുകൊണ്ട്, മുലാഫിലൈൻ്റെ സ്ഥാനത്തായതുകൊണ്ട് ഈ ലമീർ മജ്റൂറാണ്. അപ്പോൾ എല്ലാ ലമീറും ഇസ്മിനോട് ചേർന്നാൽ അതെപ്പോഴും മുലാഫിലൈ മജ്റൂറായിരിക്കും. അതിൻ്റെ അർത്ഥം ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നായിരിക്കും. ഇനി ഹുമ നോക്കാം. കിതാബ് ഹുമ അവർ 2 പേരുടെ പുസ്തകം. കണ്ടോ, യുടെ എന്നായി. കിതാബ് ഹുമ അവർ 2 പേരുടെ പുസ്തകം. അപ്പോൾ കിതാബ് മുലാഫ്, ഹുമ മുലാഫിലെ മജ്റൂറാണ്, കസറത്താണ്. പക്ഷേ ഹുമ മബനി ആയതുകൊണ്ട് നമ്മൾ ഹുമ എന്ന് എഴുതുള്ളൂ, മാറൂല. അപ്പോൾ കിതാബ് ഹുമ അവർ 2 പേരുടെ പുസ്തകം. ഇനി ഹും ആണെങ്കിലോ കിതാബ് ഹും അവരുടെ പുസ്തകം, അഥവാ 2ൽ കൂടുതൽ പേരുടെ പുസ്തകം. കിതാബ് ഹും അവർ 2ൽ കൂടുതൽ പേരുടെ പുസ്തകം. അപ്പോൾ കിതാബാണ് മുലാഫ്, ഹും മുലാഫിലെ മജ്റൂർ മബനിയാണ്, അതുകൊണ്ട് മജ്റൂർ എഴുതൂല, കിതാബ് ഹും. ഇനി സ്ത്രീ ആണെങ്കിലോ കിതാബുഹ അവളുടെ പുസ്തകം. കിതാബുഹ. അപ്പോൾ ഈ ലമീറൊക്കെ ചേർന്ന് കണ്ടു, ഇസ്മിനോട് ചേർന്ന് നിൽക്കുകയാണ്. കിതാബുഹു ഒറ്റക്കല്ല നിൽക്കുന്നത്. നമ്മൾ കിതാബു എന്ന് എഴുതിയിട്ട് പിന്നെ ഹ എന്ന് വേറെ മാറ്റി എഴുതുന്നില്ല. ഹു എഴുതുന്ന മാതിരി അല്ലെങ്കിൽ ഹിയ എഴുതുന്ന മാതിരി. ഈ ഹ എന്താണ്? ആ കിതാബിനോട് ഒപ്പം നിൽക്കും, ചേർന്ന് നിൽക്കും, തനിച്ച് നിൽക്കില്ല. ഈ ലമീറുകളൊക്കെ അങ്ങനെയാണ്. ലമീർ മുത്തസിൽ എന്ന് അങ്ങനെ പറയാം. അപ്പോൾ കിതാബുഹ അവളുടെ പുസ്തകം. കിതാബ് മുലാഫ്, ഹ മുലാഫിലി മജ്റൂർ മബനിയാണ്, അപ്പോൾ ഹ എന്നേ എഴുതുള്ളൂ. ഹുമ കിതാബ് ഹുമ അവർ 2 പേരുടെ പുസ്തകം. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഹുമ തന്നെ വരാം. അപ്പോൾ കിതാബ് മുലാഫ്, ഹുമ മുലാഫിലെ മജ്റൂർ. പിന്നെ ഹുന്ന അവർ 2 പേരിൽ കൂടുതൽ പേരുടെ പുസ്തകം. 2ൽ കൂടുതൽ പേരുടെ പുസ്തകം. അപ്പോൾ സ്ത്രീയാണ് എങ്ങനെ പറയാം? കിതാബു ഹുന്ന. അപ്പോൾ കിതാബാണ് മുലാഫ്, ഹുന്ന ലമീർ മുത്തസിൽ, മുലാഫിലെ മജ്റൂർ മബനിയാണ്. ഇനി ക എന്ന് പറഞ്ഞാൽ കിതാബു ക. അപ്പോൾ നിൻ്റെ പുസ്തകം. പുരുഷനാണെങ്കിൽ ക, സ്ത്രീ ആണെങ്കിലോ കി. അപ്പോൾ കിതാബു ക നിൻ്റെ പുസ്തകം. അപ്പോൾ കിതാബ് മുലാഫ്, ക മുലാഫിലെ മജ്റൂർ മബനി ലമീർ മുത്തസിൽ. കുമ
കിതാബുക്കുമ, നിങ്ങൾ രണ്ട് പേരുടെ പുസ്തകം, പുരുഷനായാൽ. അപ്പോൾ കിതാബ് മുലാഫ്, കുമ മുലാഫിലെ മജ്റൂർ, ലമീർ മുത്തസിൽ മബിനി. കും കിതാബുക്കും, നിങ്ങൾ കുറേ പേരുടെ പുസ്തകം, രണ്ടിൽ കൂടുതൽ പേരുടെ പുസ്തകം. അപ്പോൾ കിതാബുക്കും, നിങ്ങളുടെ പുസ്തകം, അതായത് കുറേ പേരുടെ. അപ്പോൾ കിതാബ് മുലാഫ്, കും മുലാഫിലെ മജ്റൂർ, ലമീർ മുത്തസിൽ മബിനി. മബിനി ആയതുകൊണ്ട് കുമ്മ് മുലാഫിലെ മജ്റൂർ ആണെങ്കിലും കുമ്മെന്നേ എഴുതുള്ളൂ. സ്ത്രീ കി, കിതാബു കി, അപ്പോൾ സ്ത്രീയാകുമ്പോൾ കീ എന്നായി. കിതാബു കി, നിൻ്റെ പുസ്തകം. കിതാബ് മുലാഫ്, കി മുലാഫിലെ മജ്റൂർ, ലമീർ മുത്തസിൽ മബിനി, ഇസ്മാണ്. നമുക്കറിയാം മുലാഫ് മുലാഫിലെ, മുലാഫു ഇസ്മാണ്, മുലാഫിലെയും ഇസ്മാണ്. ഇവിടെ അതേപോലെ തന്നെ ലമീറൊക്കെ ഇസ്മാണ്. അപ്പോൾ നിൻ്റെ പുസ്തകം എന്ന് സ്ത്രീയോട് പറയണമെങ്കിൽ കിതാബു കി. കുമ കിതാബു കുമ, നിങ്ങൾ രണ്ടുപേരുടെ പുസ്തകം. കുമ കിതാബ് മുലാഫ്, കുമ മുലാഫിലെ മജ്റൂർ, ലമീർ മുത്തസിൽ മബിനി. കുന്ന, ഇനി നിങ്ങൾ കുറേ പേരുടെ പുസ്തകം എന്ന്, നിങ്ങളുടെ പുസ്തകം എന്ന് കുറേ സ്ത്രീകളോട് പറയണമെങ്കിലോ കുന്ന. കുന്ന എന്ന ലമീർ കിതാബിനോട് ചേർക്കണം. അപ്പോൾ കിതാബു കുന്ന, നിങ്ങൾ കുറേ പേരുടെ പുസ്തകം, സ്ത്രീകളുടെ. ഇനി എൻ്റെ പുസ്തകം എന്ന് പറയണമെങ്കിലോ യാ ആണ് ചേർത്ത. കിതാബി, എൻ്റെ പുസ്തകം. കിതാബി, എൻ്റെ പുസ്തകം. അത് സ്ത്രീക്ക് എൻ്റെ പുസ്തകം എന്ന് പറയണമെങ്കിലും പുരുഷന് എൻ്റെ പുസ്തകം എന്ന് പറയണമെങ്കിലും കിതാബി. ഇനി ഞങ്ങളുടെ പുസ്തകം എന്ന് പറയണമെങ്കിലോ സ്ത്രീ ആയാലും പുരുഷനായാലും കിതാബുന. കിതാബുന, ഞങ്ങളുടെ പുസ്തകം. ഇതുപോലെ ലമീർ മുത്തസിൽ, ഫീല്, ലർഫ്, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും എന്നിവയുടെ കൂടെയും ചേരും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ 14 ലമീറുകൾ പഠിക്കണം. അപ്പോൾ ഏത് ഇസ്മിനോടും, അപ്പോൾ ഇസ്മിനോട് ഇത് ചേരുമ്പം അത് മുലാഫ് മുലാഫിലെ ആയിരിക്കും. ഇൻ്റെ അല്ലെങ്കിൽ യുടെ എന്നുള്ള അർത്ഥമാണ് വരാം. അപ്പോൾ ഈ 14 നമ്മൾ നിർബന്ധമായിട്ടും മനപ്പാടാക്കണം. എന്നിട്ട് നോമ്പിന് ശേഷം, പെരുന്നാളിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠം 10ലേക്ക് പോകാം. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഒന്നും കൂടി 14 നോക്കാം. ഹൂ ഹുമാഹും, ഹാ ഹുമാഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ ന. അപ്പോൾ നമ്മൾ കിതാബിനോട് ചേർത്ത് പഠിച്ചു. ഇനി വേറൊരു ഉദാഹരണം ബൈത്തിനോട് ചേർത്ത് പഠിക്കാം. ബൈത്ത്, ബൈത്തുഹു, അവൻ്റെ വീട്. ബൈത്തുഹുമ, അവർ രണ്ടുപേരുടെ വീട്. ബൈത്തുഹും, അവർ കുറേ പേരുടെ വീട്, പുരുഷൻ. സ്ത്രീ ആണെങ്കിലോ ബൈത്തുഹ, അവളുടെ വീട്. ബൈത്തുഹുമ, അവർ രണ്ടുപേരുടെ വീട്. ബൈത്തുഹുന്ന, അവർ കുറേ സ്ത്രീകളുടെ വീട്. കാ ആണെങ്കിലോ പുരുഷൻ. ബൈത്തുക്ക, നിൻ്റെ വീട്. ബൈത്തുക്കുമ, നിങ്ങൾ രണ്ടുപേരുടെ വീട്. ബൈത്തുക്കും, നിങ്ങൾ കുറേ പുരുഷന്മാരുടെ വീട്. ഇനി സ്ത്രീക്കോ ബൈത്തുക്കി, നിൻ്റെ വീട്. ബൈത്തുക്കുമ, നിങ്ങൾ രണ്ടുപേരുടെ വീട്. ബൈത്തുക്കുന്ന, നിങ്ങൾ കുറേ സ്ത്രീകളുടെ വീട്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ രണ്ടുപേർക്ക് കുമ. പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ അവർ രണ്ടുപേർക്ക് ഹുമ. അപ്പോൾ അവർ രണ്ടുപേർ സ്ത്രീയും പുരുഷനും സെയിമാണ്, ഹുമ. നിങ്ങൾ രണ്ടുപേർ സ്ത്രീയും പുരുഷനും സെയിമാണ്, കുമ. ഇനി എൻ്റെ വീട് എന്ന് പറയണമെങ്കിലോ ബൈത്തി, ബൈത്തി. ഞങ്ങളുടെ വീട് എന്ന് പറയണമെങ്കിലോ ബൈത്തുന, ഞങ്ങളുടെ വീട്. സ്ത്രീ ആയാലും പുരുഷനായാലും എൻ്റെ വീട് എന്ന് പറയണമെങ്കിൽ ബൈത്തി, ഞങ്ങളുടെ വീട് എന്ന് പറയണമെങ്കിൽ ബൈത്തുന. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. കലം, പേന. കലമുഹു, അവൻ്റെ പേന. കലമുഹുമ, അവർ രണ്ടുപേരുടെ പേന. കലമുഹും, അവർ കുറേ പേരുടെ പേന, പുരുഷൻ. സ്ത്രീ ആണെങ്കിലോ കലമുഹ, അവളുടെ പേന. കലമുഹുമ, അവർ രണ്ടുപേരുടെ പേന. കലമുഹുന്ന, അവർ കുറേ പേരുടെ പേന, സ്ത്രീകൾ. അപ്പോൾ രണ്ടുപേർക്ക് ഹുമ തന്നെ, സ്ത്രീ ആയാലും പുരുഷനായാലും അവർ. ഇനി നിൻ്റെ പേന കലമുഖ, പുരുഷനാണെങ്കിൽ. കലമുക്കുമ, നിങ്ങൾ രണ്ടുപേരുടെ പേന. കലമുക്കും, നിങ്ങൾ കുറേ പേരുടെ പേന.
ഇനി പുരുഷനാണെങ്കിലോ സ്ത്രീ ആണെങ്കിലോ കലമുക്കി നിൻ്റെ പേന, കലമുക്കുമ നിങ്ങൾ രണ്ടുപേരുടെ പേന, കലമുക്കുന്ന നിങ്ങൾ കുറേ പേരുടെ പേന. ഇനി സ്ത്രീ ആയാലും പുരുഷനായാലും എൻ്റെ പേന എന്ന് പറയണമെങ്കിലോ കലമീ, ഞങ്ങളുടെ പേന എന്ന് പറയണമെങ്കിലോ കലമുന. അപ്പോൾ ഈ ലമീർ മുത്തസിലൊക്കെ ഇസ്മിനോട് ചേരാം, ഫിഇലിനോട് ചേരാം, ദർഫിനോട് ചേരാം, ഇന്നയും ഇന്നയുടെ സഹോദരിമാരോടും ചേരാം. ഇവയൊക്കെ ഇസ്മുകളാണ്, ഇവയൊക്കെ മബിനികളാണ്. അപ്പോൾ ഹു, ഹുമ, ഹും, അവൻ, അവർ രണ്ടുപേർ, അവർ കുറേ പേർ, പുരുഷൻ. ഹ, ഹുമ, ഹുന്ന, അവൾ ഒരു സ്ത്രീ, അവർ കുറേ സ്ത്രീ, അവർ രണ്ട് സ്ത്രീകൾ, അവർ കുറേ സ്ത്രീകൾ, ഹുന്ന. ക, നീ ഒരു പുരുഷൻ, കുമ നിങ്ങൾ രണ്ടുപേർ, കും നിങ്ങൾ കുറേ പേർ, പുരുഷൻ. കി, നീ ഒരു സ്ത്രീ, കുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, കുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ. സ്ത്രീ ആയാലും പുരുഷനായാലും ഞാൻ എന്ന് പറയണമെങ്കിൽ യാ എന്ന മുത്തസിലാണ് ഇസ്മിനോട് ചേർക്കേണ്ടത്. ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ നാ എന്ന ദമീർ മുത്തസിലാണ് ഇസ്മിനോട് ചേർക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു നമ്മളുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ, നമ്മളുടെ പാപങ്ങളൊക്കെ പൊറുക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും.